വെള്ളിയാഴ്ച ഇറങ്ങിയ ബൈലിംഗൽ ചിത്രം മേരി ക്രിസ്മസ് ഹിന്ദി വേർഷനും തമിഴ് വേർഷനും കേരളത്തിൽ റിലീസ് ഉണ്ടായിരുന്നു. അതിൽ തമിഴ് വേർഷനാണ് ഞാൻ കണ്ടത്. അപ്പം മേരി ക്രിസ്മസ് സിനിമയെക്കുറിച്ചിട്ടുള്ള വീഡിയോ റിവ്യൂ ആണ് ഇത്. വിജയ് സേതുപതി, കത്രീന കൈഫൊക്കെ അഭിനയിച്ച് ശ്രീരാം രാഘവൻ സംവിധാനം ചെയ്ത സിനിമയാണ് മേരി ക്രിസ്മസ്. ശ്രീരാം രാഘവൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ധാധുൻ എന്ന് പറയുന്ന സിനിമ നിങ്ങളെല്ലാവരും കണ്ടു കാണും. വളരെ മികച്ച രീതിയിൽ ഹിറ്റായ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ കിട്ടിയ സിനിമ എടുത്ത ആളാണ്. പുള്ളിയുടെ അതിനു മുമ്പുള്ള സിനിമകളാണ് ബദലാപൂർ എന്ന് പറഞ്ഞ സിനിമ, വരുൺ ധവാൻ അഭിനയിച്ചു. അതും മികച്ചൊരു സിനിമയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മേരി ക്രിസ്മസ് ഞാൻ ഇറങ്ങിയതിൻ്റെ അന്ന് തന്നെ തിയേറ്ററിൽ കാണാൻ തീരുമാനിച്ചത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയല്ല. കാരണം ശ്രീരാം രാഘവൻ്റെ സിനിമകൾ കണ്ടവർക്കറിയാം, അതിൽ ത്രില്ലിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാവും. പക്ഷേ അത് ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര സ്ലോ പേസ്ഡ് ആയിരിക്കും. ഇതും അങ്ങനെയാണ്. മുംബൈ നഗരം ബോംബെ ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. അങ്ങനെയാണ് സിനിമയുടെ തുടക്കത്തിൽ പറയുന്നത്. ആൽബർട്ട് എന്ന് പറയുന്ന കഥാപാത്രം വിജയ് സേതുപതിയുടേത്, മറിയ എന്ന് പറയുന്ന കഥാപാത്രം കത്രീന കൈഫിൻ്റെത്. അപരിചിതരായ ഇവർ രണ്ടുപേരും ക്രിസ്മസ് തലേന്ന് രാത്രി ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടുമുട്ടുന്നു. തുടർന്ന് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന കുറേ സംഭവങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. കുറേ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് തലേന്ന് രാത്രി നടക്കുന്നതാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ. പിന്നെ ക്രിസ്മസിൻ്റെ അന്നും കുറച്ച് സംഭവങ്ങൾ നടക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 2 ദിവസത്തെ കഥയാണ്. അതിൽ ചില ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. ഒരു മിസ്റ്ററി തന്നെയാണ് സിനിമ. കാരണം പോകെ നമുക്കറിയാം എന്തോ സംഭവിക്കാൻ പോകുന്നു ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ. അതൊരു ക്രൈം തന്നെയാണ്. ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ആ ക്രൈമിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ശ്രീരാം രാഘവൻ ഇതിനു മുമ്പെയുള്ള അന്ധാധൻ പോലെ ഇതിലും ഡാർക്ക് കോമഡിക്ക് പ്രാധാന്യമുണ്ട്. ഒരു ഡാർക്ക് ത്രില്ലറായിട്ടാണ് സിനിമ പോകെ കഥ പറഞ്ഞു പോയിരിക്കുന്നത്. അത് സ്ലോ പേസിലാണ് കഥ പറഞ്ഞിട്ടുള്ളത്. ഞാൻ സിനിമ നല്ല രീതിയിൽ ആസ്വദിച്ചു. കാരണം ഈ ഇങ്ങനത്തെ മൂഡുള്ള പടങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ച് ശ്രീരാം രാഘവൻ ഇതിനു മുമ്പുള്ള സിനിമകളെല്ലാം ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. അപ്പോൾ ആ ഒരു മൈൻഡിൽ തന്നെയാണ് ഈ സിനിമയും കണ്ടത്. പെർഫോമൻസ് വൈസായാലും വിജയ് സേതുപതി ആൽബർട്ട് മികച്ചൊരു പെർഫോമൻസ് സിനിമയിൽ കാണാം. പോകെയാണ് ആ കഥാപാത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ റിവീൽ ആവുന്നത്. പിന്നെ ഒരു സിറ്റുവേഷനിൽ ആ കഥാപാത്രം ചെന്നപ്പെടുമ്പോൾ കാണിക്കുന്ന എക്സ്പ്രഷനൊക്കെ അതിമനോഹരമായിരുന്നു. അല്ലെങ്കിൽ കുറേ സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ ചില സംഭവങ്ങളുണ്ടാക്കുക, അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിജയ് സേതുപതി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ കത്രീന കൈഫിൻ്റെ മറിയ, അതും നല്ലൊരു കഥാപാത്രമാണ്. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരു ഷോക്കിംഗ് റിവലേഷൻ ഉണ്ട് ആ കഥാപാത്രത്തിൻ്റെ ചില സംഭവങ്ങളൊക്കെ. അതൊക്കെ കത്രീന കൈഫ് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് ഇമോഷണൽ സീൻസൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആ കഥാപാത്രം പോകുന്ന ഒരു ട്രോമയുണ്ട്. അതൊക്കെ സിനിമയിൽ വെളിവാക്കുന്നുണ്ട്. ഇവരെ കൂടാതെ രാധിക ആപ്തെ ഒരു ക്യാമിയോ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ രാധിക ശരത് കുമാർ ഒരു പോലീസ് റോൾ ചെയ്തിട്ടുണ്ട്. വേറെയും കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളൊക്കെ സിനിമയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള പല സിറ്റുവേഷനിലും വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. സിനിമ പ്രത്യേകിച്ച് ഒരു വല്ലാത്തൊരു മൂഡാണ് സിനിമയ്ക്ക്. പ്രീതം ചെയ്തിരിക്കുന്ന മ്യൂസിക് ആയാലും ഒരു റിട്രോ ടൈപ്പ് മ്യൂസിക്കാണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ക്രിസ്മസിൻ്റെ ചില ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. സിനിമയിൽ ചെറിയ ലോജിക്കൽ ലൂപ്പ് ഹോൾസൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ അത്രയും ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കാരണം സിനിമ നമ്മളെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അതൊരു സ്ലോ പേസ് ആയിട്ടാണ് ആ ഒരു എൻഗേജിങ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ എൻഗേജിങ് മൂമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് മനുഷ്യ മനസ്സിൻ്റെ കുറേ ഡാർക്കസ്റ്റ് ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഈ സിനിമയിലുള്ള ഒരു കോട്ട് തന്നെ ജീവിതത്തിൽ നൈറ്റ് എന്ന് പറയുന്നത് ഡാർക്കസ്റ്റ് ആണ്, ബിഫോർ ദ ഡോൺ. അത് പുലരും മുമ്പേ ഉള്ള ഇരുണ്ടേറിയ കുറച്ച് കാഴ്ചകൾ സിനിമയിൽ കാണിക്കുന്നു. സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊന്നും ഞാൻ വിചാരിച്ചില്ല. സിനിമയിൽ പറഞ്ഞ പോലെ ഡാർക്ക് കോമഡിക്കുള്ള സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ഈ ക്രൈം ത്രില്ലറാണ്. അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. സിനിമയുടെ പേര് തന്നെ ഒരു വ്യത്യസ്തമായിരുന്നു, മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞ്. അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ളൊരു മൂവിയാണെന്ന്. അങ്ങനെയൊന്നും അല്ല. മനുഷ്യനെ എപ്പോഴും ട്രാപ്പ് ചെയ്യുന്ന ചില ക്രൈംസ്, ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ക്രൈം, അല്ലാതെ നമ്മളെ ചില സിറ്റുവേഷനിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ക്രൈം, അതിൻ്റെയൊക്കെ ക്രൈംസിൻ്റെ ചില കാര്യങ്ങളൊക്കെ അവർ ബാലൻസ് ചെയ്തൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശ്രീരാം രാഘവൻ്റെ ഈ സിനിമയും എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ധാധനെ പോലെ കിടിലൊന്നൊന്നും പറയില്ല, പക്ഷേ ഒരു വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. ഒരു എബോവ് ആവറേജ് ഒരു സിനിമ ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ കാണാൻ നോക്കുക. തമിഴും ഹിന്ദിയും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ തമിഴാണ് കണ്ടത്. തമിഴാണ് കൂടുതൽ ഷോസ് ഉള്ളത്. ഏത് ലാംഗ്വേജ് കണ്ടാലും പ്രശ്നമൊന്നുമില്ല. കാരണം വിജയ് സേതുപതിയുടെ ഓൺ ഡബ്ബ് നമുക്ക് തമിഴിൽ കാണാം. ഹിന്ദിയിലായാലും പുള്ളി ഡബ് ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിൽ പിന്നെ കാസ്റ്റിംഗ് ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. കത്രീന കൈഫും വിജയ് സേതുപതി അല്ലാതെ നാസർ ഒക്കെ ഹിന്ദിയിലുണ്ടെന്ന് തോന്നുന്നു. തമിഴിൽ വേറെ കുറച്ച് കാസ്റ്റിംഗ് ആണ്. എന്തായാലും ശ്രീരാം രാഘവൻ്റെ ഈ ഒരു അറ്റംപ്റ്റും ഒരു വെറൈറ്റി സിനിമ അനുഭവം എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ഇതാണ് മേരി ക്രിസ്മസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രീ സ്റ്റോക്കീസ് ചാനൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ശ്രീ സ്റ്റോക്കീസിൽ കൂടി പിന്നീട് കാണാം.